എന്തുകൊണ്ടാണ് ആൾക്കാർ ഡെബ്റ്റ് ട്രാപ്പിലേക്ക് അകപ്പെട്ടു പോവുക? സാലറി വരുന്നു, ഉടനെ തന്നെ നമ്മൾ ആ പേയ്മെന്റ് ചെയ്യുന്നു, നമുക്ക് ചെയ്യാനുള്ള കടങ്ങളെല്ലാം റീപേ ചെയ്യുന്നു. മന്ത് എൻഡ് ആകുമ്പോൾ ഒരു എമൗണ്ട് പോലും കയ്യിലുണ്ടാകില്ല. എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? ഇതെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ദി നെയിം ഈസ് സോളമൻ. വെൽക്കം ബാക്ക് ടു സോളോസ് ക്രിയേറ്റിവിസം. എന്തുകൊണ്ടാണ് ആൾക്കാർ ഡെബ്റ്റ് ട്രാപ്പിലേക്ക് അകപ്പെട്ടു പോകുന്നത്? ആദ്യം തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും, അവരവരുടെ എക്സ്പെൻസ്, ചെലവ് ശരിക്കും ട്രാക്ക് ചെയ്യാതെ വരുമ്പോഴാണ് അവർ ഈ ഒരു ഡെബ്റ്റ് ട്രാപ്പിലേക്ക് വന്നു ചേരുന്നത്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം, അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം. സോ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം കാണുന്നത് തന്നെ നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്യാം. ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന വരവ്, നമുക്ക് വരുന്ന ചിലവ്, ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നമുക്ക് എന്താ പറയുക, മന്ത്ലി നമുക്ക് വരുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള എക്സ്പെൻസ് കാണും. പിന്നെ നമ്മൾ നമുക്കറിയാം നമുക്ക് ഇത് വേണമെങ്കിൽ എമൗണ്ട് മാറ്റി വെക്കാം. ഡിസ്ക്രിഷണറി എക്സ്പെൻസ് പറയും. ചിലപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്നതായിരിക്കാം. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്ത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ പോപ്കോൺ മേടിക്കുന്നതായിരിക്കാം. ഇതെല്ലാം നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് തന്നെ അറിയാം, നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാവുന്ന ഒരു ഓപ്ഷനാണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പെൻസുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്തിട്ട് ഡിസ്ക്രിഷണറി എക്സ്പെൻസുകളായിട്ടുള്ളത് കുറയ്ക്കുക. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്, ഡെബ്റ്റ് ട്രാപ്പിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നോക്കണം, നമ്മുടെ ഇൻകത്തിൻ്റെ 35 to 40% അകത്തായിരിക്കണം നമ്മൾ കടം വെച്ചേക്കുന്നത്, ഡെബ്റ്റ് വെച്ചേക്കുന്നത്. അതിൻ്റെ മേളിൽ പോയാൽ അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. ഇനി നെക്സ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു എമർജൻസി ഫണ്ട് എപ്പോഴും കരുതി വെക്കണം. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് സേവ് ചെയ്ത് മാറ്റി വെക്കണം. അതൊരു 6 months എക്സ്പെൻസ്, അതാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. നമുക്ക് 6 മാസത്തേക്കുള്ള ചെലവ് നമ്മൾ മാറ്റി വെക്കുന്നതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ നമ്മുടെ ജോലി നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ നമ്മൾ ഈ എമർജൻസി ഫണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. അടുത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസേജ് വളരെയധികം ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ സപ്പോസ് ബാങ്ക് ഒരു ലിമിറ്റ് പറയുന്നുണ്ടാവും, ബട്ട് അതായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ എക്സ്പെൻസ്, ഞാൻ പറഞ്ഞല്ലോ, ഇൻകം എക്സ്പെൻസും ട്രാക്ക് ചെയ്തിട്ട് നിങ്ങൾ അതൊരു ക്രെഡിറ്റ് കാർഡിന് ഒരു ലിമിറ്റ് വെക്കുക. നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പെൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അതിനുള്ള ലിമിറ്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിന് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മാസം ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി നെട്ടോട്ട് ഓടേണ്ടി വരും. ഇത് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഏകദേശം 45% ഇൻട്രസ്റ്റോ അത്രത്തോളം നമുക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കയറി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ഇത് അടുത്തൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഡെബ്റ്റ് ട്രാപ്പിലേക്ക് അകപ്പെട്ടു ഓൾറെഡി വന്നു എങ്കിൽ നിങ്ങളിതിൽ നോക്കുക, ഏറ്റവും വലിയ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് ഏതിനാണോ ആ ഒരു ലോൺ അല്ലെങ്കിൽ ആ ഒരു കടം നിങ്ങൾ ആദ്യമേ സോൾവ് ചെയ്യുക. അതിനിപ്പോൾ പറ്റിയതെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റിൽ ആണ് നിങ്ങൾ ട്രാപ്പായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ, ലൈക്ക് 14 to 15% വരെയാണ് ഇപ്പം പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത്. അങ്ങനെ ഒരു പേഴ്സണൽ ലോൺ എടുത്ത് ആ ഒരു വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യം ഉള്ള കടം നിങ്ങൾ ആദ്യമേ റീപേ ചെയ്യുക. ഇതിൻ്റെ പേരാണ് ശരിക്കും ആവലാഞ്ചി മെത്തേഡ് എന്ന് പറയും. പിന്നെ നിങ്ങൾ നല്ല ഒരു സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. കാരണം ഇന്ന് നിങ്ങൾ സേവ് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കും നാളെ നിങ്ങളെ രക്ഷിക്കുക. സോ ഇത്രത്തോളം ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. ബൈ.